ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അയല മുളകിട്ടതാണ്. അയല മുളകിട്ടത് പലരും പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. എങ്കിൽ അടുത്ത തവണ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അയല മുളകിട്ടത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള 5 അയലയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വരാം. അയല നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തതും, മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയാണ്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് 1 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഫൈനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. അടുത്തതായി നമുക്ക് പാന് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലെയിം ഓൺ അല്ല, ഓഫാണ്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ജ്യൂസാണ് നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് കൂടെ തന്നെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് നടുകീറിയത് കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിലുള്ള ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അയല മുളകിട്ടത് പലരും പല രീതിയിലാണ് തയ്യാറാക്കാറുള്ളത്. അടുത്ത തവണ അയല വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാൻ അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കറി ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന കറിയിലേക്ക് നമുക്ക് അയല ഇട്ട് കൊടുക്കാം. അയല നമ്മൾ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഉപ്പും മുളകും പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാൻ അടച്ചു വെക്കാം. നമ്മുടെ മീനൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. 3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചും 3 മിനിറ്റ് തുറന്നു വെച്ചുമാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ അയലയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കറിയൊക്കെ അത്യാവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ അയല മുളകിട്ടതിന്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയല മുളകിട്ടത് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.